അഖില കേരള ബാലജനസഖ്യം നീലേശ്വരം യൂണിറ്റും തീർത്ഥങ്കരയിലെ ജൂപ്പിറ്റർ വായനശാല ഗ്രന്ഥാലയവും സംയുക്തമായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് ഏച്ചിക്കാനം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ചങ്ങാതിക്കൂട്ടം എന്ന പേരിലാണ് അഖില കേരള ബാലജനസഖ്യം നീലേശ്വരം യൂണിയനും തീർത്ഥങ്കരയിലെ ജൂപ്പിറ്റർ വായനശാല ഗ്രന്ഥാലയവും സഹവാസ ക്യാമ്പിനെ വേദിയൊരുക്കിയത്. 2 ദിവസങ്ങളിലായി വായനശാല കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്യാമ്പ് പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് ഏച്ചിക്കാനം ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഇത് ഈഴാവും കുടിക്കേണ്ട ക്ലാസ്, ഇത് ചാലിയം കുടിക്കേണ്ട ക്ലാസ്, ഇത് മറ്റേ മാവിലും കുടിക്കേണ്ട ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തരംതിരിവാക്കി കഴിഞ്ഞാൽ ഈ നാട്ടിൽ നടക്കും. തച്ചു പൊളിക്കും ഇല്ലേ? അത് പൊളിക്കും. അപ്പൊ ഈ തച്ചു പൊളിക്കാനുള്ള ഈ പറയുന്ന പഴയ മാമൂലുകൾ തകർക്കാനുള്ള ശക്തി നമുക്ക് ഇവിടുന്ന് കിട്ടി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അല്ലേ? അത് എവിടുന്ന് കിട്ടി നമ്മൾ ആലോചിച്ച് നോക്കണം. അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സാംസ്കാരിക ബോധത്തിന് കിട്ടിയതാണ്. ആ സാംസ്കാരിക ബോധം എങ്ങനെ ഉണ്ടായി അങ്ങനെ ചോദിക്കുമ്പോഴുള്ള അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ അത് പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. ആ പുസ്തകങ്ങൾ എവിടെ ഉണ്ടായി? ആ പുസ്തകങ്ങൾ വായനശാലകളിൽ ഉണ്ടായി. അപ്പോ നമ്മൾ ഇത്രമാത്രം ഒരു സാംസ്കാരിക ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള അത് ഉൽപ്പാദിപ്പിച്ച വിത്തുകളാണ് യഥാർത്ഥത്തിൽ എവിടെയുള്ളത്? ഇതിനകത്തുള്ളത്. ആ വിത്തുകള് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് വിതക്കുക. ചടങ്ങിൽ ബാലജനസഖ്യം നീലേശ്വരം യൂണിറ്റ് പ്രസിഡന്റ് എ വൈഷ്ണവ് അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർമാരായ കെ ജിഷ, പി വി മണി, യൂണിയൻ രക്ഷാധികാരി ടി എം സുരേന്ദ്രനാഥ്, വായനശാല പ്രസിഡന്റ് സുകുമാരൻ മാണിക്കോത്ത്, എം എം രാഘവൻ എന്നിവർ സംസാരിച്ചു. ബാലജനസഖ്യം സഹരക്ഷാധികാരി പി കെ ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്വാഗതവും വായനശാല സെക്രട്ടറി വിജയൻ കൈപ്പാട്ടിൽ നന്ദിയും പറഞ്ഞു. വിവിധ വിഷയങ്ങളെ അധികരിച്ച് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കമ്മീഷണറും അധ്യാപക അവാർഡ് ജേതാവുമായ ജി കെ ഗിരീഷ് കുമാർ, എഴുത്തുകാരിയും അധ്യാപികയുമായ ഫരീന കോട്ടപ്പുറം, കെ കെ ശ്രീകുമാർ പയ്യന്നൂർ, പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ കെ പ്രവീൺകുമാർ, അഭിനേതാവ് കെ പി ശശികുമാർ എന്നിവരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. ഞായറാഴ്ച വൈകിട്ടാണ് ക്യാമ്പിൻ്റെ സമാപന സമ്മേളനം. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.